ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ പാർട്ട് 3 ആണ്. ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി ഇലക്ട്രിസിറ്റി ആക്ട്. അതിൽ റീസണബിൾ റിട്ടേൺ, ക്യാപിറ്റൽ ബേസ്, ഡിസ്പോസൽ ഓഫ് സർപ്ലസ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, റീസണബിൾ റിട്ടേൺ. Law seeks to prevent an electricity concern from earning very huge profit. For this, reasonable return is defined. അതിൽ പറയുന്നത് ഇലക്ട്രിസിറ്റി കമ്പനീസിന് ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു മെഷറാണ് ഈ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. റീസണബിൾ റിട്ടേൺ മാത്രമേ അവർക്ക് ഏൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ റീസണബിൾ റിട്ടേൺ എന്താണെന്നാണ് പറയുന്നത്. അത് yield at standard rate plus 2% on capital base. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് RBI ഫിക്സ് ചെയ്യുന്ന റേറ്റാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ്. ക്യാപിറ്റൽ ബേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് 8% ആണെങ്കിൽ പ്ലസ് 2%, അപ്പോൾ ക്യാപിറ്റൽ ബേസിൻ്റെ 10% വരും. പ്ലസ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് plus 0.5%, 1/2% on loans advanced by the electricity board, 1/2% on balance of development reserve, 1/2% on debentures. ഇത്രയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റീസണബിൾ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ റീസണബിൾ റിട്ടേൺ കിട്ടുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ് പ്ലസ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, 1/2% ഓൺ ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ഇലക്ട്രിസിറ്റി ബോർഡ്, 1/2% ഓൺ ബാലൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർവ് ആൻഡ് 1/2% ഓൺ ഡിബഞ്ചേഴ്സ്. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് റീസണബിൾ റിട്ടേൺ കിട്ടുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ബേസ് എന്താണെന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ ബേസ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതും ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ കൺസ്യൂമേഴ്സും എമൗണ്ട്സ് റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്സും നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, നെക്സ്റ്റ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, നെക്സ്റ്റ് ആഡ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് കമ്പൽസറിലി എഗെയിൻസ്റ്റ് കണ്ടിജൻസീസ് റിസർവ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ് റിസർവ് ആണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോഴ്സ്, മെറ്റീരിയൽസ്, സപ്ലൈസ്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ ഇതിൽ അസറ്റുകളാണ് വരുന്നത് അല്ലേ. എന്തൊക്കെയാണ് വരുന്നത്? ഫിക്സഡ് അസറ്റ്സ് വരുന്നുണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വർക്കിംഗ് പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ് റിസർവ്, മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോഴ്സ്, മെറ്റീരിയൽസ്, സപ്ലൈസ് ആൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇത്രയും ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് ലെസ് എമൗണ്ട് റിട്ടേൺ ഓഫ് റിലേറ്റിംഗ് ടു ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ നോക്കലും എമൗണ്ട് റിട്ടേൺ ഓഫ് റിലേറ്റിംഗ് ടു ഡിപ്രീസിയേഷൻ ആണ്. എമൗണ്ട് റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്സ് ആണെങ്കിൽ അത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. എമൗണ്ട്സ് റിട്ടേൺ ഓഫ് ഓൺ ഡിപ്രീസിയേഷൻ ആണ് ലെസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ബോർഡ്, debentures, security deposit of consumers held in cash, amounts standing to the credit of tariff and dividend control reserve, amounts set apart for the development reserve. ഇത്രയും എമൗണ്ടുകൾ ലെസ് ചെയ്താൽ ക്യാപിറ്റൽ ബേസ് കിട്ടും. അപ്പോൾ ഈ എമൗണ്ടുകളെല്ലാം, ഈ ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ആഡ് ചെയ്യുന്നതൊക്കെ എന്താണ്? അസറ്റുകളാണ് അല്ലേ. ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വർക്കിംഗ് പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ് റിസർവ്, മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോഴ്സ്, മെറ്റീരിയൽ, സപ്ലൈസ് ആൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. പിന്നെ ലെസ് ചെയ്യുമ്പോഴാണ് കുറച്ച് എമൗണ്ട് വ്യത്യാസമുള്ളത് അല്ലേ. എമൗണ്ട്സ് റിട്ടേൺ ഓഫ് റിലേറ്റിംഗ് ടു ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്, ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ബോർഡ്, ഡിബഞ്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ലയബിലിറ്റീസ് ആണ് അല്ലേ. ലോൺസ്, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. പിന്നെ റിസർവുകളാണ്. ഏതൊക്കെയാണ്? താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവും ഡെവലപ്മെൻറ്റ് റിസർവും. ഇത്രയും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ലിയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അത് ടോട്ടൽ പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ് അല്ലേ.
അത് സെയിം തന്നെയാണ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ മതി. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. സർപ്ലസ് എങ്ങനെയായിരിക്കും? അപ്പോൾ എക്സസ് ഓഫ് പ്രോഫിറ്റ് ഓവർ റീസണബിൾ റിട്ടേൺ. അപ്പോൾ ക്ലിയർ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് റീസണബിൾ റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഈ സർപ്ലസിനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ സർപ്ലസ് എന്താണ്? ഈ ക്ലിയർ പ്രോഫിറ്റും റീസണബിൾ റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ചിലപ്പോൾ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരാം. If the clear profit exceeds the reasonable return to the extent of 20% of reasonable return, surplus has to be disposed as under. അതിൽ പറയുന്നത് ഈ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ പ്രോഫിറ്റിൽ നിന്ന് റീസണബിൾ റിട്ടേൺ മൈനസ് ചെയ്തിട്ടാണ്. പക്ഷേ ആ ഫുൾ സർപ്ലസും നമ്മൾ എന്ത് ചെയ്യില്ല? ഡിസ്പോസ് ചെയ്യില്ല. എത്ര മാത്രമേ ഡിസ്പോസ് ചെയ്യുള്ളൂ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റീസണബിൾ റിട്ടേൺ ഉണ്ട്, ആ റീസണബിൾ റിട്ടേണിൻ്റെ 20% മാത്രമേ ഡിസ്പോസ് ചെയ്യുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലിയർ പ്രോഫിറ്റ് വരുന്നത് 20 lakh ആണെന്ന് വിചാരിക്കാം. റീസണബിൾ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 15 lakh ആണ്. അപ്പോൾ സർപ്ലസ് എത്രയായിരിക്കും? ക്ലിയർ പ്രോഫിറ്റ് 20 lakh മൈനസ് റീസണബിൾ റിട്ടേൺ 15 lakh. അപ്പോൾ ഒരു സർപ്ലസ് വരുന്നത് എത്രയായിരിക്കും? 5 lakh ആയിരിക്കും അല്ലേ? ഈ 5 lakhും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, ഡിസ്പോസ് ചെയ്യില്ല. എത്രയായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്? നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഈ റീസണബിൾ റിട്ടേൺ ഉണ്ട് അല്ലേ, ഈ റീസണബിൾ റിട്ടേണിൻ്റെ 20% ആയിരിക്കും. അപ്പോൾ ഡിസ്പോസിബിൾ സർപ്ലസ് എത്രയായിരിക്കും? ഈ 15 lakhിൻ്റെ 20% ആയിരിക്കും ഡിസ്പോസിബിൾ സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് ഈ 3 lakh മാത്രമായിരിക്കും നമ്മൾ ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്നത്. Any excess of 20% of reasonable return must be refunded to customers. അതായത് ഇപ്പോൾ സർപ്ലസ് 5 lakh ഉണ്ട്, ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് എത്രയുള്ളൂ? 3 lakh മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 2 lakh. ആ 2 lakh എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിന് റീഫണ്ട് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. 1/3 ഓഫ് ദി സർപ്ലസ് ഓർ 5% of the reasonable return whichever is less to the company. അതായത് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പോസിബിൾ സർപ്ലസിൻ്റെ 1/3 അല്ലെങ്കിൽ റീസണബിൾ റിട്ടേണിൻ്റെ 5%, രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. 5% ഓഫ് റീസണബിൾ റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്പോസിബിൾ സർപ്ലസിൻ്റെ 1/3യും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഏതാണോ ചെറിയ എമൗണ്ട്, വിച്ച് എവർ ഈസ് ലെസ്, അത് ആർക്കാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് കമ്പനിക്ക്, ടു ദി കമ്പനി. നെക്സ്റ്റ് ഇനി ബാലൻസ് വരുന്ന എമൗണ്ട്, അതിന് ഈ ഫസ്റ്റ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ബാലൻസ് വരുന്ന എമൗണ്ടിൻ്റെ 1/2, ബാലൻസ് വരുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ 1/2 താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്. താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക്. നെക്സ്റ്റ് പിന്നെ ബാലൻസ് 1/2 കൂടി ഉണ്ടായിരിക്കും അല്ലേ. ബാലൻസ് ഉണ്ടായിരുന്നതിൻ്റെ 1/2 നമ്മൾ താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക് മാറ്റി. ബാലൻസ് ബാക്കി 1/2 ഉണ്ടായിരിക്കും അല്ലേ. ഈ 1/2 എങ്ങോട്ടാണ്? കൺസ്യൂമർ റിബേറ്റ് റിസർവിലേക്കാണ് ബാക്കിയുള്ള 1/2 നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സർപ്ലസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ദി ഫോളോയിങ് ബാലൻസസ് റിലേറ്റ് ടു ആൻ ഇലക്ട്രിസിറ്റി കമ്പനി. ഷെയർ ക്യാപിറ്റൽ 1 lakh, റിസർവ് ഫണ്ട്, ഇൻവെസ്റ്റഡ് ഇൻ 5% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 60 lakh. ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് ദി കമ്പനി ഏൺഡ് പോസ്റ്റ് ടാക്സ് പ്രോഫിറ്റ് ഓഫ് ₹9 lakh. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് ക്ലിയർ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 9 lakh ആണ്. ഷോ ഹൗ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി വിൽ ബി ഡെൽറ്റ് വിത്ത് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇലക്ട്രിസിറ്റി ആക്ട് അസ്യൂമിങ് ദാറ്റ് ബാങ്ക് റേറ്റ് ഡ്യൂറിങ് ദി ഇയർ വാസ് 8%. ബാങ്ക് റേറ്റ് 8% ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്ന 8% ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്.
ഇതിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം? റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ക്യാപിറ്റൽ ബേസ് അറിയണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ്. അപ്പോൾ ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഫസ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലേ? ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. പിന്നെ വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പിന്നെ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ്, റിസർവ് ഒക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലേ? ഫിക്സഡ് അസറ്റ്സ് വരുന്നുണ്ട് 2 crore ആണ് ഫിക്സഡ് അസറ്റ്സ് വരുന്നത്. അസറ്റ്സിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ ദി കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട് 2 lakh. അപ്പോൾ ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി കൺസ്യൂമേഴ്സ് ലെസ് ചെയ്യണം. റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്സ് ഇല്ല, ഡിപ്രീസിയേഷൻ ആണുള്ളത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് 2 crore ആണ് ഫിക്സഡ് അസറ്റ്സ്. അതിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 2 lakh ലെസ് ചെയ്യണം. അപ്പോൾ 1 crore 98 lakh ആണ് വരുന്നത്. പിന്നെ എന്താണ് വരുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇല്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരുന്നത് എത്രയാണ്? 5 lakh ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 5 lakh ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ് റിസർവ് ഉണ്ട് അല്ലേ? ഇൻവെസ്റ്റഡ് ഇൻ 6% കണ്ടിജൻസീസ് റിസർവ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കണ്ടിജൻസീസ് റിസർവ് എത്രയാണ് വരുന്നത്? 20 lakh ആണ് വരുന്നത്. പിന്നെ ക്യാപിറ്റൽ ബേസിൽ വരുന്നത് എന്താണ്? മന്ത്ലി ആവറേജ് അല്ലെ? മന്ത്ലി ആവറേജ് ഓൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മന്ത്ലി ആവറേജ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ അതെന്താണ് നമുക്ക് അസ്യൂം ചെയ്യാം? മന്ത്ലി ആവറേജ് ഓൺ സപ്ലയേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇതും നമുക്ക് ക്യാപിറ്റൽ ബേസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. മന്ത്ലി ആവറേജ് എന്ന് അത് സ്പെഷ്യലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും? സപ്ലയേഴ്സ് ആയിരിക്കും. മന്ത്ലി ആവറേജ് ഓൺ കറണ്ട് അസറ്റ്സ്. പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ക്യാപിറ്റൽ ബേസിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ലെസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ലെസ് ചെയ്യേണ്ടത് എമൗണ്ട് റിട്ടേൺ ഓഫ് ഓൺ ഡിപ്രീസിയേഷൻ അല്ലേ? ഫസ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 80 lakh ആണ് വരുന്നത്. അപ്പോൾ 80 lakh. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ബോർഡ് അല്ലേ? ലോൺസ് അഡ്വാൻസ്ഡ് എന്താ നോക്കിയേ? ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എത്രയാണ് വരുന്നത്? 30 lakh ആണ് വരുന്നത്. അപ്പോൾ ലോൺ 30 lakh. നെക്സ്റ്റ് ഡിബഞ്ചേഴ്സ് ആണ് അല്ലേ? ഡിബഞ്ചേഴ്സ് 11% ഡിബഞ്ചേഴ്സ് ഉണ്ട്, 8 lakh. പിന്നെ നെക്സ്റ്റ് വരുന്ന ഐറ്റം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. ഇതിൽ കൺസ്യൂമേഴ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 75 lakh ആണ്. നെക്സ്റ്റ് പിന്നെ എന്താ വരുന്നത്? റിസർവ് അല്ലേ? ഡെവലപ്മെൻറ്റ് താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് നമുക്ക് തന്നിട്ടുണ്ട്. താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് 6 lakh. പിന്നെ റിസർവുകൾ ഡെവലപ്മെൻറ്റ് റിസർവ് ആണ് അല്ലേ? ഡെവലപ്മെൻറ്റ് റിസർവ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് റിസർവ് തന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് റിസർവ് 10 lakh എന്ന് തന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് റിസർവ് 10 lakh. അപ്പോൾ ഇത്രയും എമൗണ്ടുകളാണ് ക്യാപിറ്റൽ ബേസിലുള്ളത്. അപ്പോൾ ഈ ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്ന് 2 crore 43 lakh നിന്ന് ഈ എമൗണ്ടുകളെല്ലാം നമുക്ക് ലെസ് ചെയ്യാം. ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ബേസ്. അപ്പോൾ ക്യാപിറ്റൽ ബേസ് എത്രയാണ് വരുന്നത്? 34 lakh ആണ് ക്യാപിറ്റൽ ബേസ് വരുന്നത്. എത്രയാണ്? 34 lakh. അപ്പോൾ ക്യാപിറ്റൽ ബേസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ് ആണ് അല്ലേ? അപ്പോൾ 8% ആണ് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് 2%. അപ്പോൾ എത്രയായി? 10% ഓൺ ക്യാപിറ്റൽ ബേസ്. ക്യാപിറ്റൽ ബേസ് എത്രയാണ് വരുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 34 lakh ആണ് അല്ലേ? അപ്പോൾ 34 lakhൻ്റെ 10% എത്രയാണ് വരിക? 3,40,000 ആണ് വരിക. ഇനി നെക്സ്റ്റ് എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്
ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നമുക്കിതിൽ തന്നിട്ടുണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 5% ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. എത്രയാണ്? 60 lakh. അപ്പോൾ ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 60 lakh. അതിൻ്റെ ഇൻകം എത്രയായിരിക്കും? ഇൻറ്റു 5% ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 60 lakhൻ്റെ 5%. ഇപ്പോൾ 3 lakh ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. പിന്നെ കണ്ടിജൻസീസ് റിസർവിൻ്റെ നമ്മൾ ക്യാപിറ്റൽ ബേസിൽ എടുത്തിരുന്നു. അപ്പോൾ ഇത് റീസണബിൾ റിട്ടേണിൽ എടുക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്? 1/2% ഓൺ ലോൺസ് ആണ് അല്ലേ. 1/2% ഓൺ ലോൺസ്. അപ്പോൾ ഇതിലുള്ളത് ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 30 lakh. അപ്പോൾ 30 lakhൻ്റെ 1/2% ഓൺ ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. 30 lakhൻ്റെ 1/2% 15,000 ആണ് വരുന്നത്. നെക്സ്റ്റ് 1/2% ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. 1/2% ഡിബഞ്ചേഴ്സ് 8 lakh ആണ് അല്ലേ. ഇപ്പോൾ 1/2% ഓൺ ഡിബഞ്ചേഴ്സ് 8 lakhൻ്റെ 1/2%. അപ്പോൾ 4,000 ആണ് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് എന്താണ്? നെക്സ്റ്റ് 1/2% ഓൺ ബാലൻസ് ഓൺ ഡെവലപ്മെൻറ്റ് റിസർവ് ആണ്. 1/2% ഓൺ ഡെവലപ്മെൻറ്റ് റിസർവ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് റിസർവ് നമുക്ക് തന്നിട്ടുണ്ട് 10 lakh ആണ്. അപ്പോൾ 10 lakhൻ്റെ 1/2% എത്രയാണ് വരിക? 5,000 ആണ്. അപ്പോൾ ഇത്രയുമാണ് റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ റിട്ടേൺ കിട്ടും. അപ്പോൾ റീസണബിൾ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്ലിയർ പ്രോഫിറ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ക്ലിയർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 9 lakh. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് ക്ലിയർ പ്രോഫിറ്റ് 9 lakh എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി സർപ്ലസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ക്ലിയർ പ്രോഫിറ്റ് മൈനസ് റീസണബിൾ റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ ക്ലിയർ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 9 lakh. റീസണബിൾ റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സർപ്ലസ് വരുന്നത്. ലെസ് റീസണബിൾ റിട്ടേൺ 6,64,000. അപ്പോൾ സർപ്ലസ് വരുന്നത് എത്രയാണ്? 2,36,000 ആണ് സർപ്ലസ് വരുന്നത്. ഈ ഫുൾ സർപ്ലസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിസ്പോസിബിൾ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത റീസണബിൾ റിട്ടേണിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ് വരിക. അപ്പോൾ ഡിസ്പോസിബിൾ സർപ്ലസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റീസണബിൾ റിട്ടേൺ 6,64,000ൻ്റെ 20%. 1,32,800 ആണ് ഡിസ്പോസിബിൾ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർപ്ലസ് 2,36,000 ഉണ്ട്. അതിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് 1,32,800 ആണ്. ബാലൻസ് എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിന് റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് 2,36,000 മൈനസ് 1,32,800. 1,03,200 എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിന് റീഫണ്ട് ചെയ്യണം. ഇനി സർപ്ലസ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അലോക്കേഷൻ ഓഫ് സർപ്ലസ് ഓഫ് ₹1,32,800 എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? സർപ്ലസിൻ്റെ 1/3 ഓഫ് ദി സർപ്ലസ് ഓർ 5% ഓഫ് ദി റീസണബിൾ റിട്ടേൺ വിച്ച് എവർ ഈസ് ലെസ് ആണ് ഫസ്റ്റ്. അതാർക്കാണ്? കമ്പനിക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1/2% ഓഫ് ദി ബാലൻസ് സർപ്ലസ് താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ബാലൻസ് 1/2 ആണ് കൺസ്യൂമർ റിബേറ്റ് റിസർവിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1/2 ഓഫ് ബാലൻസ് എത്രയാണ് വരുന്നത്? സർപ്ലസ് വരുന്നത് 1,32,800 ആണ്. അപ്പോൾ 1/3 ഓഫ് 1,32,800 എന്താണ് പറയുക? ഓർ അപ്പോൾ 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയാണ് കിട്ടുന്നത് 44,267. ഇനി നെക്സ്റ്റ് വരുന്നത് ഓർ 5% ഓഫ് റീസണബിൾ റിട്ടേൺ. 5% ഓഫ് റീസണബിൾ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 6,64,000 ആണ് വരിക. അപ്പോൾ എമൗണ്ട് വരുന്നത് 33,200 ആണ്. ഇതിൽ ഏത് എമൗണ്ടാണ് ചെറുത് വരുന്നത്? 2 എമൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണ്? 33,200 ആണ് അല്ലേ. വിച്ച് എവർ ഈസ് ലെസ് ഏതാണ് വരുന്നത്? 33,200. ഇതാർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? കമ്പനിക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ബാലൻസ് എത്രയാണ് വരുന്നത്? അപ്പോൾ ടോട്ടൽ എമൗണ്ട് 1,32,800 ഉണ്ടായിരുന്നു. അതിൽ 33,200 നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ബാലൻസ് വരുന്ന എമൗണ്ട് എത്രയാണ് വരുന്നത്? ബാലൻസ്
99,600 ആണ്. ഇനി ഈ ബാലൻസിൻ്റെ 1/2 ആണ് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 1/2 താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക്. അപ്പോൾ 99,600ൻ്റെ 1/2 എത്രയാണ് വരിക? 49,800 എങ്ങോട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക്. ഇനി ബാലൻസ് ഉണ്ടായിരുന്നത് 99,600 ആണ്. അതിൻ്റെ 1/2 താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക് കൊടുത്തു. ഇനി എന്തുണ്ട്? അതിൻ്റെ 1/2 കൂടി ഉണ്ട് അല്ലേ. ഇപ്പോൾ ബാലൻസ് എത്ര തന്നെയാണ്? 49,800 ആണ്. എങ്ങോട്ടാണ്? കൺസ്യൂമർ റിബേറ്റ് റിസർവിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോട്ടൽ നമ്മളെല്ലാം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,32,800 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സർപ്ലസ് ഡിസ്പോസ് ചെയ്യുന്നത്.